ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സെൻട്രലായിട്ടൊരു സ്പൈറൽ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ സ്പൈറലിന് മുകളിലൊന്ന് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്പൈറലിന് മുകളിൽ ഇതുപോലെ ഹംസ് വരച്ച് കൊടുക്കുക. ഇനി ഈ ഫ്ലവറിന് മുകളിലായിട്ട് 4 സൈഡിലും ഓരോ ലൈൻസ് വീതം ഒന്നുകൂടെ വരച്ച് കൊടുക്കുക. എന്നിട്ട് 2 ലൈൻസ് തമ്മിൽ ജോയിൻ്റ് ചെയ്തിട്ട് ഒരു സ്ക്വയറാക്കി വരച്ചെടുക്കുക. അതുപോലെ തന്നെ അടുത്ത 2 ലൈൻസ് തമ്മിലും സ്ക്വയറാക്കി വരച്ചെടുക്കുക. അതിനുശേഷം ഈ 2 സ്ക്വയേഴ്സിൻ്റെയും ഗ്യാപ്പിൽ ഇതുപോലെ ആ ഫ്ലവറിന് മുകളിലായിട്ടൊരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ സ്പൈറലിന് മുകളിൽ ഹംസ് വരച്ച് ഫ്ലവറാക്കി എടുക്കുക. ഇനി ഇതുപോലെ തന്നെ മുകൾ ഭാഗത്ത് വരുന്ന ഗ്യാപ്പിലും സ്പൈറൽ വരച്ചെടുത്ത ശേഷം ഹംസ് കൊടുത്ത് ഫ്ലവർ വരച്ചെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത സ്ക്വയറിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഈ അറ്റത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ എൻഡിൽ നിന്നും ഈ ഫ്ലവറിലോട്ട് വരുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി സ്ക്വയറിനുള്ളിൽ ഇതുപോലെ താഴോട്ടും ഓരോ ജോയിൻസ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ലൈൻസ് വരച്ചെടുക്കുക. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോക്സായിട്ട് ഈ ഒരു സ്ക്വയറിനുള്ളിൽ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ഈ ഒരു സ്ക്വയറിൻ്റെ പുറത്തായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്തൊരു സൈഡിലെ സ്ക്വയറിന് മുകളിലും ഒരു ലെയർ കൂടെ കൊടുത്ത് ഒരു സ്ക്വയർ കൂടെ വരച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിന് മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലെ ഫ്ലവറിനും ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ വരച്ചെടുത്ത സ്ക്വയറിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. അങ്ങനെ 2 സ്ക്വയറിൻ്റെ എല്ലാ സൈഡിലും ഹംസ് വരച്ചെടുക്കണം. വരച്ച് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. 2 സൈഡിലും ഒരേ ഡിസൈൻ തന്നെ വരച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വരച്ച് പഠിക്കാം കേട്ടോ. കാരണം ഒരു സൈഡിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സൈഡിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡെയിലി ഓരോ കുഞ്ഞു ഡിസൈനെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വരച്ച് പഠിക്കാൻ മെഹന്തി കോൺ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു പേപ്പറിൽ പെൻസിൽ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസ് ഉപയോഗിക്കുന്ന ടൈമിൽ എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി സ്ക്വയറിന് മുകളിലായിട്ട് വരച്ചെടുത്ത ഹംസിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സിനുള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് 2 സൈഡിലോട്ടും വരുന്ന രീതിയിൽ ഓരോ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഏകദേശം ഒരു ഇൻറ്റു എന്നുള്ള ചിഹ്നം വരച്ചെടുക്കുന്ന പോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു ലൈനിൽ വരുന്ന ഗ്യാപ്പിൽ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്തൊരു സൈഡിലും ഇൻറ്റു ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി വരുന്ന സ്പേസിൽ ഓരോ വലിയ ഡോട്ട്സ് തന്നെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 2 സൈഡിലും ഡിസൈൻ കംപ്ലീറ്റ് വരച്ചെടുത്ത ശേഷം നേരത്തെ ഹംസ് വെച്ച് വരച്ച ഫ്ലവറിന് മുകളിലായിട്ട് ഏകദേശം ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് ഒരു ലെയർ കൂടെ വരച്ചു കൊടുക്കുക. ഇനി ഈ ഡിസൈൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വരച്ചെടുത്ത ഷേപ്പിനുള്ളിലായിട്ട് ഇതിൻ്റെ ചെറിയൊരു മഴത്തുള്ളിൻ്റെ രൂപം വരച്ചെടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഡിസൈനിന് ചുറ്റിലും ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചെടുക്കുക. ഇങ്ങനെ 2 സൈഡിലും ചുറ്റിലും ഹംസ് വരച്ച് കൊടുത്ത ശേഷം ഈ ഹംസിന് മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്തൊരു സൈഡിലും ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു സ്ക്വയറിനും ഈ ഒരു ഫ്ലവറിനും ഗ്യാപ്പിലായിട്ട് വരുന്ന സ്പേസിൽ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 5 ലീവ്സ് വെച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി
അടുത്തൊരു സൈഡിലും ഇതുപോലെ തന്നെ ലീവ്സ് വരച്ച് കൊടുക്കുക. ഇങ്ങനെ ബാക്കി വരുന്ന എല്ലാ സ്പേസിലും ലീവ്സ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.